ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. റെഡിയായോ? റെഡിയായി. ഈ ഡ്രസ് മതിയോ? ആ അത് മതി. ഞാനും ഇത് തന്നെ ഇട്ടിരിക്കണം. പുതിയ ഡ്രസ് അവിടെ പോയിട്ടിടാം. പോകുന്ന വഴിക്കേ അപ്പൂപ്പനും അമ്മമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കണം അമ്മ പറയുന്നുണ്ടായിരുന്നു. ആ നല്ല കിടിലൻ ഡ്രസ് തന്നെ മേടിക്കാം. പിന്നെ അവിടെ സ്ഥിരം വരുന്ന പണിക്കാരുണ്ടേ, അവർക്കും അവരുടെ പിള്ളേർക്കും ഡ്രസ്സ് എടുക്കണം. അവളെ നമ്മൾ തന്നെ പിടിച്ചേർത്തി കുളിപ്പിച്ച് റെഡിയാക്കണം, എന്നാലേ പറ്റൂ. അമ്മ ഇനി എപ്പോ വന്ന് റെഡിയായി പോവാന്? ഇന്ന് പോയേ പറ്റൂന്നും പറഞ്ഞു പോയതല്ലേ ചേച്ചി. അമ്മ 12 മണിക്ക് പറഞ്ഞ ഇപ്പൊ പോവാണെങ്കിൽ 12 മണിക്കൊന്നും അമ്മ എത്തൂല. ഇപ്പൊ ഓണമായിട്ട് ഒരു ഓഫീസ് 10 ദിവസം ലീവ് ഒന്നും കൊടുക്കുന്നില്ല. 10 ദിവസം പോയിട്ട് 3 ദിവസം പോലും മര്യാദയ്ക്ക് ലീവ് കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പോട്ടെ, ശ്രീ അല്ലെങ്കിൽ ലേറ്റ് ആവും. കറക്റ്റ് അടച്ചെന്ന് റെഡി ആയി നോക്കിക്കേ. എനിക്ക് അവസാനം ഇറങ്ങത്തുള്ളൂ കൂട്ടുവാമൻ. അല്ല ഈ പാറ റെഡി ആവൊന്നും വേണ്ടേ? കുറെ നേരം ഓടി കളിച്ച് നടക്കുവാണല്ലോ. അമ്മയുടെ കാര്യം കൊണ്ട് ഒന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ ഷാർപ്പ് 12 മണിക്ക് കയറി വന്നിട്ട് എന്തേ റെഡി ആയില്ലാന്ന് ചോദിക്കും. അവസാനം ഫുൾ ചീത്ത നമ്മൾ നിന്ന് കേൾക്കേണ്ടി വരും. അച്ഛൻ വന്നില്ല. അച്ഛൻ ഈ ഡ്രസ്സിൽ വെച്ചാ പോണേ? ഡ്രസ് ഇട്ടുകൊണ്ട് പോകണം. നിങ്ങളെ അമ്മേനെ വിളിച്ച് ഓഫീസിൽ. എനിക്കതൊന്നുമില്ല. അവള് 12 ആണെങ്കിൽ 1 മണിയാലും ഇവിടെ എത്തൂല. 12 മണിക്ക് ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ നീയാച്ച ഒരു 7 മണിക്ക് എത്തും. വെളുപ്പാങ്കാലത്ത് പോകുന്നു വിചാരിച്ചേ. ഞാൻ കാര്യം ചെയ്യാം. കുട്ടുവാമ റെഡി ആയി നോക്കിയിട്ട് വരാം. അമ്മ ഒരാണെങ്കിൽ വിളിക്കണേ. അച്ഛോ, ചിറ്റപ്പനും അപ്പൂപ്പനും ഭയങ്കര കലിപ്പിലാണ് കേട്ടാ. അവർക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്താൻ പറ്റിയില്ല, ഓണമായിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട്. സുരേന്ദ്രൻ എന്തിനാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അവന് വീട്ടിൽ ഭാര്യ പെണ്ണു പിള്ളേർ അവിടെ നല്ലൊരു ഓണമായിട്ട് ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് ഇറങ്ങി വെക്കൂടെ അവര്? ആര്? ചിറ്റപ്പന്റെ കാര്യം തന്നെ പറഞ്ഞത്. ആ അണ്ണാ എന്താ നീ കൊള്ളാലേടാ അണ്ണാ. നിങ്ങളെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടില്ലേ നമ്മളിവിടെ നിന്നത്? എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ നമുക്കായ. ഇവ എങ്ങനെ തന്നെ നിൽക്കണ നിപ്പിൽ ഫ്ലാറ്റ് മാറ്റിക്കളയും. നിപ്പിന്റെ ഫ്ലാറ്റ് മാറ്റിക്കളയും ഞാൻ. അതെ, നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നല്ലൊരു ഓണായിട്ട് നിങ്ങൾ തങ്കച്ചേച്ചിയുടെ അടുത്ത് നിൽക്കാതെ അങ്ങടി ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കണം തരണേ. ആയ കാലത്ത് നിങ്ങൾ തങ്കച്ചേച്ചി ഇവിടെ നിന്നിട്ടില്ല. ഈ വൈകുന്നേര കാലത്തെങ്കിലും അവർ ഒരുമിച്ചിരിക്കും പോയി നിങ്ങളെ കാണുന്ന ഒരു ആഗ്രഹം തോന്നൂലേ? ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. വാ. അയ്യേ, എന്തോന്നാണിത്? ചേച്ചി ഇപ്പൊ വരും, നമ്മൾ റെഡി ആയിട്ട് നിന്നാ മതി. ചേച്ചി ഇപ്പം വരും, റെഡി ആയിട്ട് നിന്നാൽ മതി. 12 മണിയാലും അവിടെ വരുമെന്ന് തോന്നുന്നില്ല. വരൂല്ലേ? എവിടെ? അത് ആര് ചേച്ചി എന്നറിയോ? ശ്രീകുട്ടന്റെ ചേച്ചിയാണ്. പറഞ്ഞായിരിക്കും. ഓഫീസിലെ കാര്യങ്ങൾ വിട്ട് അവർക്കൊരു കാര്യം ഇല്ല ശ്രീകുട്ടാ. ഞാനൊരു കാര്യം പറയാം. 12 മണിക്ക് വണ്ടി ഇവിടെ എത്തും, 2 വണ്ടി എത്തും. അത് യാതൊരു ഒരു വണ്ടിയിൽ കയറി ഞങ്ങൾ പോകും. അളിയ ചുമ്മാ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അളിയൻ്റെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കാലത്തായിട്ട് നേറ്റിക്കര എത്തും. ഇല്ലടാ, മറ്റൊന്ന് 2 ദിവസം കഴിഞ്ഞു പോയടാ. ഓണം കഴിയിട്ടടാ, ഞങ്ങൾ എത്തിയാൽ മതി. നേരെ ഇവിടെ തന്നെ കാണും. ഇവൻ ഗുണം തെറ്റി നിന്നാണ്ടല്ലേ ആടി കൊടുക്കേണ്ടി വരും ഇവന്. ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ പിടിച്ച് നിർത്തി. എന്നിട്ട് എനിക്ക് അടി തരണമെന്ന് തരട്ട്. ഓണായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് എനിക്കൊന്നും തരാനില്ലല്ലേ? അടിയെങ്കിലും തരി. അച്ഛൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് 12 മണിയാകുമ്പോ ഇറങ്ങാം, നേരെ അമ്മയുടെ ഓഫീസിലോട്ട്. എന്നിട്ട് അമ്മേനെയും പിക്ക് ചെയ്ത് അതുവഴി അങ്ങ് പോയാ പോരെ? അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു പ്ലാന്. ഞാൻ പറയാൻ വേണ്ടിയിരുന്ന കാര്യമാണ്. ഇറങ്ങ ശങ്കര പോയില്ല ഇതുവരെ? ഇല്ലടാ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മോളെ വെച്ചു അതാജ് എടുത്തുണ്ടോ? ഇത് ഒരു മുണ്ടും ഷർട്ടുമാണ്. ഇത് നല്ല രീതിയിൽ മുണ്ടുടുത്ത് നല്ല രീതിയിൽ ഷർട്ട് ഇട്ടിട്ട് എൻ്റെ തന്തയ്ക്ക് വിളി. എന്തിന്റെ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ചുമ്മാ ഇരിക്കണം. നിങ്ങൾ എടുത്തോണ്ട് പോയി അപ്പോ ഞാനും അപ്പൂപ്പിന്റെ ഷർട്ടും മുണ്ടും മേടിച്ചു. ടിക്കറ്റ് അപ്പൂപ്പ ഇത് ഇട്ടോണ്ടോ അപ്പൂപ്പ ഇടുന്ന് ഇറങ്ങാൻ. അപ്പോ ചുമ്മാ കരയാതെ അപ്പൂപ്പോ. അപ്പോ കരയല്ലേ, പോട്ട് കരയാതെ നല്ലൊരു ഓണായിട്ട്. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. അപ്പോ ഇതൊക്കെ ഒരുങ്ങാം. അവിടെ വേറൊരാളെന്ന് കരയുന്നത് അച്ഛനാ? അച്ഛാ കരയല്ലേ? ശരിയാണല്ലേ?
അവൻ എന്തിനാണ് അടുത്ത ഓണത്തിന് കാണുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. നോക്കണം മീനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മീന്. എല്ലായിടത്തും ഉണ്ട്. ഇറങ്ങിയാലോ മാമ, ഇറങ്ങിയാലോ? നല്ല ആഴമല്ലേ? പക്ഷെ നമുക്കൊരു 6-7 സ്റ്റെപ്പ് വരെ അവിടെ ഇറങ്ങാം. അതിറങ്ങാം, പക്ഷേ ചെറുക്കും വഴുക്കും. നീന്തിയ പോയി എവിടെ വഴുക്കല് ഇങ്ങനെ നീന്താ അറിയോ? നീന്താ സമ്മർ സോട്ടിന്റെ ആളാണ്. ആളാണോ? നീന്താ അറിയോ? കുഴപ്പമില്ല. നമ്മളന്ന് വെറ്റില കുളത്തിൽ നീന്തല്ലോ. വെറ്റിലക്കുളോ? അതേത്? അത് നമ്മളന്ന് പോയില്ലേ? ഓ, നമ്മളെ കൂട്ടാതെ പോയത്. അവിടെ നമുക്ക് പിന്നെ ഒരിക്കൽ പോവാം. ഇവിടെ നല്ല താഴ്ചയുണ്ട്, വെറ്റിലക്കുളം പോലെ അല്ല. കേശു ഓണപ്പൂട്ടം വരുവോടാ? ആരെടുത്ത് ചോദിക്കണം. കൂട്ടുവാമാ ഓണപ്പെട്ട് രാവിലെ ഇറങ്ങി കേട്ടാ. പിള്ളേരൊക്കെ ബാക്കിൽ കിടന്ന് ഓട്ടോ വിളി നമ്മൾ കണ്ടായിരുന്നു. മാവളക്കട ഭാഗത്ത് കിടന്ന് ഇറങ്ങണം. വൈകിട്ട് ഇങ്ങോട്ട് വരും. മഴയും കൂടെ പെയ്ത് അടിപൊളിയായിരിക്കും അല്ലേ? ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചു. ഇറങ്ങാം. എന്തിന് കംപ്ലീറ്റ് കരിഞ്ഞു കിടക്കുന്നത്? ഇത് പഴയതെണ്ണ, വിളവെടുപ്പ് കഴിഞ്ഞത്. ഇനി ഇതിനെല്ലാം വെട്ടി പറിച്ചിട്ട് പുതിയത് വെക്കണം. ഇനി പുതിയത് വയ്ക്കണം. ആ അത് പോട്ട് ഇതൊക്കെ നോക്കുന്നത് ആരാണ്? നീ തന്നെ. പിന്നെ വേറെ ആര്? നീ 24 മണിക്കൂറും കടയിലല്ല അറിയുന്നത്. കളത്തണം പറഞ്ഞതിന് ഇനി 24 മണിക്കൂർ കടയിലിരുന്ന് ഇവിടെ കാര്യങ്ങൾ നോക്കിക്കൂടി. അതെങ്ങനെ നോക്കും നീ? അത് പണിക്കാരെ വെച്ചിട്ടുണ്ട് ഞാൻ. അത് പറ, നീ പണിക്കാരെ വച്ചിട്ടുണ്ടെന്ന് പറ. പിന്നെ ഞാൻ തന്നെ നോക്കണമെന്ന് പറഞ്ഞ ആ പിള്ളേരെവിടെ? പിള്ളേരെ കൂട്ടി ഒന്നും കാണാനില്ല. പിള്ളേര് കുളത്തിന്റെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ കേട്ട് ഇവിടെ എവിടെയെങ്കിലും കാണും. നോക്ക്. ദോഹിക്കുന്നു. അതെ, എന്തോ പരിപാടി അവിടെ? ശ്രീകുട്ട, വെള്ളത്തിൽ ഇറങ്ങല്ലേ, വെള്ളം കൂടുതലാണ്, അതുപോലെ ഭയങ്കര ചെളിയാണ്. അളിയനും പേടിയാളാ? ചേട്ടനായിരിക്കും പേടി. ആർക്ക്? എനിക്കാ? അതെ, ഇത് എന്റെ കുളമാണ്. എന്നെ പെറ്റിട്ട് ഇവിടെയാണ്. എനിക്ക് പേടിയാ. ചാടിട്ടപ്പാ നീർനായ വരുന്നല്ലോ. പറഞ്ഞ വരവേണ്ട ചിറ്റപ്പ, ആവേശം കാണിക്കല്ലേ, അബദ്ധം കാണിക്കല്ലേ, പതുക്കെ ഇങ്ങ് വാ. പറഞ്ഞിട്ടില്ലേ പെറ്റിട്ടതേ കുളത്തിലാണെന്ന്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ വെള്ളം കുറി വയ്ക്കണോ? ഓരോരുത്തരായിട്ട് ഇറങ്ങി. എന്തിനാ ഇങ്ങനെ പതുക്കെ ചവിട്ടി കഴിച്ചു? സൂക്ഷിച്ച്. ഡൈവടി അമ്മായി നാട്ടിൽ ഒറ്റ പുറത്ത് കൊണ്ടിറങ്ങുന്നു. ചവിട്ടി കൊടുക്കട്ടോ? ചങ്ങന പോ. പിള്ളേര് സൂക്ഷിച്ചിറങ്ങാൻ പറ. അയ്യോ, കുറെ ചാടി തരണം. ഇപ്പൊ വയസ്സായി. എന്തൊരു ചാടാൻ. പോ ഇറങ്ങ. മുക്കിയട് വെള്ളത്തില് ചിലപ്പോ മുക്കിട്. അപ്പൊ ഡൈവടിക്കണ നിനക്കിറങ്ങില്ലേ? വേണ്ട മാമ. അങ്ങനെ പോയി സമ്മർ അടിക്കണ. പോടാ, വയസ്സായ കാലത്ത് ഇതിനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞല്ലേ.
മക്കളെ എടുത്തില്ലേ? നിങ്ങളൊരു കഴിഞ്ഞ് ഇപ്പോഴെങ്കിലും ആ തല നനക്കി. പിന്നെ അത്ര ഉണ്ടാ? പേടിച്ചു പോയില്ല ഇവിടെ ബാക്കിയുള്ളോ. എന്താ വിളിച്ചേ? അവിടുന്ന് പതിങ്ങി വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ അടിച്ചു മാറ്റാൻ വന്നതാണ്. കൊച്ചു കല്ലേ, എന്നെ പോലെ എന്നെ മൊത്തം കണ്ടുപിടിച്ചോളഞ്ഞ്. മക്കളെ ആരും പറയല്ലേ, സദ്യക്കുള്ള കൊലയല്ലേ? ആ സദ്യക്കുള്ള കൊലയാണ്. മക്കളൊന്നും കഴിച്ചോ? കഴിച്ചടാ. എനിക്ക് ഓർമ്മോ? അപ്പൊ തൽക്കാലത്തിന് അത്രയൊക്കെ മതി. നീ തിന്നി കൈയടി. ആരും പറയല്ലേ. മക്കള് കൈയുടെ ചേട്ടൻ പൊളിച്ചായിരുന്ന പറയില്ലല്ലോ അല്ലേ. ഞാൻ കഴിച്ചോളാം. മക്കള് കഴിയടാ. ആരും പറയല്ലേ. ഞാൻ കഴിച്ചു പോയില്ലേ, എങ്ങനെ പറയാനോ? പോയാലേ ഒന്നും കൂടെ കഴിച്ചിട്ട് വാ. ഒന്നും കൂടെ കഴിച്ചിട്ട് വാ. ഞാനേ ഒന്നാമത്തെ കൺട്രോൾ ചെയ്താണ് നിക്കണത്. നീ പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കഴിക്കല്ലേ. പിടിയടി. ചേട്ടാ ഉപ്പേരി ഉപ്പേരിയാ? അടുക്കളയിലെ സ്ലാബിന്റെ സൈഡിൽ ചുവന്ന ബക്കറ്റില് അതിനകത്തും കൈ തോണ്ടിയ ചെറുതായിട്ട് കൈന്നിട്ട്. വലുതായിട്ടും ചേട്ടന്റെ സ്വഭാവം മാറിയില്ലല്ലേ? അത് പിന്നെ വലുതായാലും അണ്ണാൻ മരം കയറ്റം മറക്കുമോ മക്കളെ? തിന്നുന്നതെല്ലാം നാക്കില് ബലമായി വരിക. അപ്പൊ പറഞ്ഞ നീയാ കൊറേ നേരം ഡയലോഗ് അടിക്കണേ. എന്നെ ദത്തെടുത്തല്ല, ഈ കുടുംബത്തിൽ തന്നെ ഉള്ളതാ. അപ്പൊ മോശപ്പെടുവോ? ഇല്ലടേ ഇല്ലടേ, മോശപ്പെടൂലടേ. അമ്പോ വാ 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 നട. അച്ഛൻ പറയുന്ന പോലെ മുള്ളിന്റെ മുട്ടി മുള്ളല്ലേ കുരുക്കൂ. മുള്ളിന്റെ മുട്ടി മുള്ളല്ലേ കുരിക്കൂ. ഈ പഴത്തിന്റെ അടുത്തും പറയല്ലേ കേട്ടല്ലേ. എല്ലാരും വരവിരിക്കുന്നു. തിന്നുന്നുണ്ടോ? ഇല്ല. എന്നാ പിന്നെ പോവാ. നിനക്ക് ഓർമ്മ? നീ പ്രീ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്തെ വെക്കേഷൻ ടൈമിൽ നീ പറഞ്ഞു ബാലു എനിക്ക് നെയ്യാറ്റിങ്കര പോകണമെന്ന് പറഞ്ഞില്ലേ? ഓർമ്മ? അപ്പൊ ഞാനും നീ സീക്കട്ടനും കൂടെ ഒന്നും ഓർമ്മ? അപ്പോഴല്ലേ അവൻ വെള്ളത്തില് ഈ കുളത്തിൽ കുളിച്ച് നമ്മള് അന്ന് കുട്ടി നിൽക്കറട്ടുണ്ടേ വലിയ ആളായിട്ട് അങ്ങ് നീന്തി പകുതി വഴി വന്നപ്പോഴും അവന്റെ കൈ കൊഴിഞ്ഞു പോയി. അപ്പൊ നീർന്ന് ഭയങ്കര വിളിയായിരുന്നു, കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിച്ചു വലിച്ചു കയറ്റും. മോടെ പോയി മോളിൽ പോയി ഇടാൻ തുടങ്ങി, തലയൊക്കെ തോന്നി കൊടുത്തിട്ട് മോളിൽ പോയിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാം? എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഓർമ്മ? മീനെ പിടിക്കാൻ പോയത് മീനൊക്കെ ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അതല്ല, ഞാൻ നിന്നെ കെട്ടി അണച്ചിട്ട് ഉമ്മെന്ന് ഓർമ്മ? അന്നേരം ഞാൻ കുറെ അങ്ങ് തരികയും ചെയ്തു. നീ അടിച്ചെന്നെ? ആ നിനക്ക് എന്തോ പോലെ ആയല്ലേ? ശരിയാ, എനിക്ക് എന്തോ പോലെ ആയി. നല്ല ദേഷ്യം വന്നത്. ദേഷ്യം മാത്രോ? ഒറ്റ നുള്ളു. നുള്ളയല്ല വേണ്ടത്, കടിക്കായിരുന്നു. ഒരാഴ്ച ചോന്ന് നടന്നു. ഇത് പറയാനാണ് ഇത്രയും ഓർമ്മിപ്പിച്ചെടുത്തത്. അല്ല, ഇത് പറയാനാ ഇത്രയും ഓർമ്മിപ്പിച്ചെടുത്തത്. ഓർമ്മിക്കില്ലേ? ഈ കുളം കാണുമ്പോഴൊക്കെ ഞാൻ ഓർമ്മിക്കും. നമുക്കേ നാളെ വെളുപ്പാങ്കാലം 4:30 മണിക്ക് എണീറ്റ് അമ്പലത്തിൽ പോവാ. അമ്പലത്തില്ല, കുളത്തിൽ കുളിക്കാൻ. അപ്പൊ പിള്ളേരൊക്കെ നല്ല ഉറക്കമായിരിക്കും. എന്ത് പറയണു? എന്തിട്ടാ സുഖ? കള്ളനല്ലേ പെരും കള്ളനല്ലേ, കള്ളനല്ലേ പെരും സോറി അച്ഛനിങ്ങനെ അമ്മയാണ് ഞാൻ കണ്ടില്ല. അച്ഛനിങ്ങനെ ഞാൻ ഇങ്ങനെ പാടൂ. ഇങ്ങനെ കണ്ട ഇങ്ങനെ പാടുമെന്ന് ചുമ്മാ ലച്ചു പറഞ്ഞു. പാടുന്ന അസ്ഥാനത്താണ്. ഏയ് ഹായ് പറഞ്ഞു. ഇപ്പഴാണ് കറക്റ്റ് സ്ഥാനത്ത് പാടിയത്. ഇനി ഇത്രയും നന്നായിട്ട് പാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇല്ല, രാവിലെ കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോയാലോ? നേരിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവാം. എന്നാ വരാം.
നിങ്ങള് നിന്റെ നിന്റെ എടുത്ത് അതിനിവിടെ പ്രസക്തി ഇല്ല. പ്രസക്തില്ല. ഇല്ല, ചേച്ചി ആരുടെ എടുത്ത് ഇതാറേത്? അതെന്റെ ഷർട്ട്. അമ്മയുടെ കിട്ടാ ഇതേ ഞാനേ ഒരു കളർ കോമ്പിനേഷൻ ഇടാറുണ്ട് അല്ലേ ശിവ? അത് ശരിയാണ്, ഓണത്തിന്റെ ഡ്രസ് കോഡൊന്നും അല്ല. പക്ഷെ അതവിടെ നിക്കട്ടെ, ഇവിടെ അതിലും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പഴം എടുക്കാം നീ എടുത്തു എടുത്തില്ല പറഞ്ഞേ വീണോടത്ത് കിടന്ന് ഉരുണ്ടാണ്ടല്ല, നല്ല ഇടി കൊള്ളു നീ. ഒറ്റയല്ലേടി വിശ്വാസവാഞ്ചന ചേട്ടനെ കാണിച്ചു. ഞാനാ കൊച്ചേ? നീ ആദ്യം എന്റെ കൂടെ നിന്നല്ലേ? ആദ്യം നിന്ന് ഞാൻ വന്ന് കണ്ടുപിടിച്ചപ്പോ എനിക്ക് പഴം തന്നിട്ട് കൂടെ നിർത്തി. എന്നിട്ട് നീ എന്തോ പറഞ്ഞേ? ഇനി കഴിക്കത്തില്ല, ഇത് ലാസ്റ്റ് ആണെന്ന്. അവസാനം നീ അവളെ പറ്റിച്ച് അവളെ പോയപ്പോ നീ വീണ്ടും പഴത്ത് കഴിച്ചിട്ട് കളവൻ കേശു. എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക, നിനക്ക് എവിടെ നടാ ഇത്രയും കൊതി? ചേച്ചി ഇത് കൊതിയൊന്നുമല്ല. ഇങ്ങനെ ചെയ്യുമ്പോ മനസ്സിന് പ്രത്യേക ഒരു ഫീലാണ്. ഇവിടെ വന്ന് ഇങ്ങനെ പഴമൊക്കെ എടുത്ത് കഴിക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരും. ആ കൊച്ചു കേശു. അമ്മായി ഒന്ന് ചെയ്യല് ശിവ, പഴം എടുക്ക്. നല്ലൊരു ദിവസമാണ്. ഓണത്തപ്പന ഓർത്തെങ്കിലും ഒന്ന് ചേർന്ന് ഞാൻ പാവോട്. ഇവനങ്ങ് ആസ്വദിക്കാണോ? കുത്തി കയറ്റി ശിവ. തൊലി തന്നെ കഴിക്കടാ കഴിക്കടാ. ഇറക്കത് അടിയാണ് നിനക്ക്. ഇനി ഇതേപോലത്തെ പരിപാടി കാണിച്ചാൽ അമ്മയാണ് ചവിട്ടിക്കൂട്ടും. പോടാ ഓടിക്കോ. നീ ഇതിന് ചെവിയ തുള്ളിക്കോടി പാറു നോയിക്കോ. എന്തോന്നത്? ഇനിയിപ്പൊ എത്ര പഴം നിന്നാലും അവന്റെ തലയിൽ വരുള്ളൂ. ഞാനും കഴിക്കും. പഴം വേണോ? അല്ല എനിക്കത് രണ്ടൊന്നും തന്നെ. എങ്ങനെയുണ്ടമ്മേ, കൊള്ളാവോ? അടിപൊളി ചേച്ചി, ഓ ഞാനും ശിവയും ലച്ചും കൂടെ ചെയ്ത ഡിസൈനാണ്. നന്നായിട്ടുണ്ട് കേട്ടാ. എൻ്റെ ഇതിന് നല്ല ഡിസൈൻ ഉണ്ട്, പക്ഷേ ഈ കളർ കോമ്പിനേഷൻ ചേരൂല. പിന്നെ അച്ഛന്റെ കളർ കോമ്പിനേഷൻ ഈ ലോകത്ത് ഒരർത്ഥത്തിനും പറ്റൂല. അച്ഛന് ചിരി ഉണ്ടായിരുന്നു കേട്ടോ. ലജ്ജായി കുഴിപ്പള്ളത്തെ ചോക്ക് കൊണ്ട് 3 വരയും വരച്ച് കുറെ ചെമ്പരത്തി പോയിട്ട് പിക്ചറിനല്ല അത്തം. നമ്മളെ ഈ വീട്ടിൽ നടയിൽ ഇടുന്ന അത്തം നെയ്യാറ്റിക്കര ഏറ്റവും വലിയ തോന്നും. അത്രയ്ക്കൊന്നുമില്ല. ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും നല്ല വലിപ്പത്തിലും ഭംഗിയിലും കനത്തിലും അത്തയിടാറുണ്ട്. തള്ളുമ്പോ അങ്ങ് നീട്ടി തള്ളിക്കോണം. നിങ്ങളുടെ അത്തം കൊള്ളാം. പണ്ട് ഞാനും ചേച്ചിയും കൂടെ അത്തം ഇടും. പൂ പറിക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങളെ അടുത്തുള്ള വീട്ടിലും പറമ്പിലൊക്കെ പോകും അല്ലേ ചേച്ചി? ഒരു കഥയുണ്ട് കേട്ടാ, പറയട്ടാ. വെളുപ്പാങ്കാലത്ത് ഞാനും ശ്രീകുട്ടും കൊണ്ട് ഇതുപോലെ ഇല്ലില്ല പറയും വെളുപ്പാങ്കാലത്ത് ഞാനും ശ്രീകുട്ടനും കൂടെ ഇതുപോലെ അത്തത്തിന് പോയിടാൻ വേണ്ടി പോയി. അങ്ങനെ പറിച്ചു ചോദിച്ചു പട്ടി ഉണ്ടല്ലോ ഓടിച്ചിട്ട് ഞാൻ നല്ല ഓട്ടം കൊടുത്തു. ഈ പൊട്ടനെ അന്ന് ചെറുതിലെ പതുക്കല്ലേ ഓടാറിയാമ്പോളൂ. പട്ടി വന്ന് ഒരു സൈഡ് കംപ്ലീറ്റ് കളസോങ്ങി കീറിക്കൊണ്ടുപോയി. ഷർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പാതിയുള്ള കളസ് വിടാൻ പറ്റില്ലല്ലോ, അവനത് ഒരു തോളത്തിട്ടുണ്ട് പിന്നെ ഓടി വരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? ആയി. നോം നമ്മുടെ പ്രജകളെ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല പൂക്കളം, നല്ല നിറഞ്ഞ ചിരി. നോം സന്തോഷവാനായിരിക്കണം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതാണ് മാവേലി, നല്ല അസല് മാവേലി. പണ്ട് ഞാനൊരിക്കൽ മാവേലി കെട്ടി.
അമ്മച്ചിമാരൊക്കെ കൈയെടുത്ത് ഞാൻ തൊഴണ്. മാവേലി ഇതാണ് മാവേലി എന്ന് പറഞ്ഞു. അന്ന് ഇത്ര വയറില്ല അല്ലേടി? ആ പഴയ മാവേലി അന്ന് നടന്ന നടത്തമുണ്ടല്ലോ, അതൊന്ന് കാണിച്ചു തരാവോ? ഇവരുടെ ഇത് ഉള്ളത് മൊത്തം കീറി ഇലയാണല്ലേ. ഇനിമ 25 ഇലയല്ലേ വേണ്ട ചേച്ചി? പിന്നെ വേണ്ടേ, ഒന്നാമത് അംഗസംഖ്യ കൂടുതലാ. നീ വന്നത് ശരിയാ, ഡാരിക്കാൻ നേരത്തെ ഒന്ന് വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ. പറമ്പ് നമ്മളെ പറഞ്ഞിട്ട് ഇത്തിരി കത്തി എന്തുവാ കാണിക്കണേ? ഇത് പിടി, കത്തിയിട്. ഇത് പിടി. ചേച്ചി പിന്നെ ഏത്തൻ്റെ ഇല വെട്ടല്ലേ? എന്ത് പിന്നെ കപ്പവാഴയുടെ ഐ മീൻ ചെങ്കതിലിടല്ല, അതും വെട്ടറ എടുക്കൂല. എടുക്കാത്തെ ഏത്തൻ്റെ ഇല വെട്ടിക്കഴിഞ്ഞാൽ അത് കൊലയുടെ വളർച്ചയെ ബാധിക്കും. ചെങ്കതിലാണെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, പെട്ടെന്ന് കിടക്ക് ഒടിഞ്ഞു പോകും. ഇത് കണ്ടോ, ഫ്ലെക്സിബിൾ ആണ്, മറ്റേ ഫ്ലെക്സിബിൾ അല്ല. ഇത്ര വിവരം ഉണ്ടായിട്ടാണ് നിനക്ക് വാഴലായിട്ടാണ് അറിയാൻ പാടാത്ത കിഴങ്ങ. വാഴ വെട്ടുന്നല്ലേ ഇപ്പൊ കാണിച്ചില്ല. ഇപ്പൊ നോക്കി കഴിഞ്ഞാ എന്തുവാടേ കാണിക്കണേ? അജിയരെ ഇതിൽ കൊണ്ടേ വാഴ കൊണ്ട് അഴുക്കായെന്ന് തോന്നുന്നു. അഴുക്കായ സാരല്ല, പോട്ടെ. കർഷകരാകുമ്പോഴത്തേക്കും കുറച്ച് ശരീരത്ത് മണ്ണും ചെളിയൊക്കെ പറ്റുന്നത് നല്ലതാണ്. കള്ളം. പിന്നെ അത് വെട്ടാ നീ ഞാനെന്ന് അറിഞ്ഞോണ്ട് മനപ്പൂർവ്വല്ലടാ എടാന്ന് വിളിച്ചത്. ഞാനൊന്നും ചെയ്യൂല. കേശു അങ്കളെന്തീ വഴിക്ക്? എടേ ഞാനേ പ്രാവച്ചമ്പലത്തിൽ നേരെ ബസ് കയറി വിഴിഞ്ഞത്തുനിന്ന് വേറൊരു ബസ് കയറി ഇവിടെ താഴെ അമ്പലത്തിന് അവിടെ ഇറങ്ങി. എന്നിട്ട് ആ ഊടുവഴി കൂടെ താഴെ കൂടെ വന്ന് നേരെ വന്നു. അങ്കളിന് ഇവിടുത്തെ വഴിയൊക്കെ നല്ലോണം അറിയാല്ലേ? പിന്നെ നമ്മൾ പ്രാവച്ചമ്പലം, നെയ്യാറ്റിൻകര, മാരരാമപുരം, അരുവിക്കര എല്ലാം നമ്മളെ നാടല്ലേ. നമ്മളെ നാട് സ്വന്തം നാട്. അങ്കളെ വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങി? ഞാൻ ഒരു 12 മണിയായപ്പം അമ്മേരെ കൂടെ ഇരുന്ന് ശകല സദ്യ കഴിച്ചു. അതിനുശേഷം വേറൊരു വണ്ടി കയറി നേരെ വിഴിഞ്ഞത്തിറങ്ങി. പിന്നെ അവിടെ പോയി തലയും കാണിച്ചിട്ട് വേറെ ബസ് കയറി ഇനി വന്ന് ഇതിലേ കൂടെ ഇനി കയറി. ഞാൻ വിചാരിച്ചു ഇവിടെ സദ്യ കഴിഞ്ഞാണ് തോന്നുന്നു. ഇല്ല, ഇല വെട്ടേ ഉള്ളൂ. ഒന്നാമത് ലേറ്റ് ആയി. എല്ലാ സാധനങ്ങളൊക്കെ ഇപ്പൊ റെഡി ആയി വരുന്നേ ഉള്ളൂ. മണി കണ്ടായില്ലേ? ആ അങ്കള് നമ്മുടെ കൂടെ അല്ലേ സദ്യ കഴിക്കണേ? നിങ്ങളുടെ കൂടെ അല്ല പിന്നെ ആരോടെ ഞാൻ സദ്യ കഴിക്കാൻ? അങ്ങള് വേറെ ഒന്നുകൂടെ വീട്ടിലൊന്നും പോയില്ല അങ്ങളെ? അയ്യോ, വേറെ ഏത് ബന്ധുക്കളടേ? എന്റെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെടേ, വേറെ ആരും ഇല്ലടേ. പടം താമയൊക്കെ വന്നാ അവിടെ ഉണ്ട്. എന്താ പിന്നെ ഞങ്ങോട്ട് പോയി നമ്മളും അങ്ങോട്ടാണ് ഒരുമിച്ചങ്ങ് പോവാം. ഒരുമിച്ച് വന്നാ പിന്നെ ഇവിടെ വെട്ടി. പിന്നെ അങ്ങളെ എല്ലാരും ഉള്ളതാണ്, അപ്പൂപ്പനൊക്കെ ഉണ്ട്. വെറുതെ ശങ്കര അപ്പൂപ്പന്റെ കൂടെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്താലും ബാക്കരുത് പ്ലീസ്. ലച്ചു 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 ഈ വർത്താനം നിർത്തിക്കോണേ. നീ നിന്റെ അപ്പൂപ്പൻ്റെ അടുത്തും നിന്റെ അച്ഛൻ്റെ അടുത്തും പറ. പല ഗ്യാസിൽ ഇതുപോലെ എന്നെ വിളിപ്പിച്ച് മറ്റേ വാങ്ങിച്ച് കുടിച്ചിട്ട് അവസാനം എൻ്റെ പേര് കൊണ്ട് ഇട്ട് തരും. നീയൊക്കെ അത് കേട്ട് അതുപോലെ പറഞ്ഞോണം കേട്ടാ. എന്നാ പിന്നെ ഇത് പിടി അല്ല കേട്ടോ. ഞാനാ എന്ത് കറയാവും? ആ പിന്നെ കറ പിടിച്ച അമ്മ വെച്ചെന്ന് ഷട്ടർന്ന് പുതിയതെന്ന് പിടിച്ചേ. വാസയാണോ ഇതാര്? ശർക്കര ഗൗരിയാ? എന്താണ് വിളവാരം? നമ്മളേത് ഊട് വഴിയും വരും മക്കളെ. പ്രാവച്ചമ്പലത്തെ അമ്മച്ചെന്ത് പറയണം? അമ്മയാ തീരങ്ങളൊക്കെ തന്നെ, എന്നാലും ഒരുമാതിരിയൊക്കെ അങ്ങ് പോണം. നിങ്ങൾ എന്നെ വിളിക്കാന്ന് വന്ന് ഞാൻ അവിടെ എല്ലാം നോക്കി. പിന്നെ ചേച്ചിയാണോ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കാണുമെന്ന്? എന്താ കത്തി അടിച്ചു കൊടുക്കണം? ആ ഇല വെട്ടണ്ണ. അല്ല എന്തിനാ മക്കളെ വന്നില്ലേ? വെട്ട് വെട്ട് അണ്ണ വെട്ട്. പാറമടയിലെ ഉണ്ണിയാർച്ച നിൽക്കല്ലേ, എന്നാ വെട്ട്. അണ്ണൻ പറഞ്ഞ പിന്നെ എങ്ങനെ വെട്ടാതിരിക്കുന്നു? പിടിയടാ. പിന്നെ അല്ല വെട്ട് 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 വെട്ടി തള്ളു. ആ ഗൗരിയേ എല്ലാം കഥാ നിൽക്കുന്നത്. വെട്ട് 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 വെട്ട്. ഇത് വെട്ടാ. വാഴയും കൂടെ വെട്ടി മരത്തോ? ഈ മരം ചാടിയ ശ്രീകുട്ടൻ എവിടെ നിന്ന് കിട്ടി? അണ്ണാ എന്റെ മക്കള് പൊളിയല്ലേ. വെട്ട് വെട്ട്.
കത്തി കൊച്ചേ. ഇതാണോ? അത് തന്നെ. ഇതാ അതിന്റെ മേളത്തെ ചള്ളേ എടേ എന്നെ എടുത്ത് കിടത്തറ മൂക്കി പഞ്ഞും കൂടെ പോയി രണ്ടായിട്ട് വെട്ടു വെച്ചേ. നല്ല ദിവസമായിട്ട് എന്തോന്നൊക്കെ അല്ല പിന്നെ ഇങ്ങനെ വെട്ടോ ശാർക്കര കൊണ്ടുവരാ നില്ലേ പിടിച്ചാണ്. ഞാൻ പോട്ടാ പറഞ്ഞ പരിപ്പൊഴിക്കട്ടെ. അവിടെ ലച്ചോ നല്ല കുളുക്ക ഒഴിച്ചോട്. നല്ല വിഭവസമൃദ്ധമായ സദ്യ നന്നായിട്ട് കഴിച്ചോളി. കുറച്ച് ഒഴിച്ചാൽ മതി. ആസ്വദിച്ച് കഴുകി നെയ്യ് അവക്ക് വേണ്ട, അവക്ക് ഇഷ്ടമല്ല. നെയ്യ് പയ്യാണ് പയ്യെ പയ്യെ എന്തുവാണ് ഇത്? ചുമാറ് നെയ്യ് പറഞ്ഞു പയ്യെ പയ്യെ എന്ന് പറഞ്ഞു. ചിരിക്കല്ലേ അധികം ചിരിക്കാതെ മണ്ട കയറും. ആസ്വദിച്ച് കഴുകി. എടേ അതൊക്കെ അവർക്കറിയാം. നീ ഇവിടെ നിന്ന് കൺട്രാക്ട് വിടല്ലേ? ആക്കെ നിന്റെ സൈറ്റിൽ ചെന്ന് വിട്ടാ മതി കൺട്രാക്ട്. ബാലുവേ ഒന്ന് വായടിച്ച് വെറുതെ ഇരുന്നേ. സദ്യ ആസ്വദിച്ച് കഴിക്കാനുള്ളതാ. സാമ്പാർ ഇങ്ങെടുത്തോണ്ട് ഗൗരി സാമ്പാർ എവിടെ? സാമ്പാർ ബാലു കൺട്രാക്ട് തന്നെ സമ്മതിച്ചു. ഈടാ പപ്പടം വേണം. പപ്പടം കൊടുക്കും. പപ്പടം വേണം. പപ്പടം വേണം. പപ്പടം കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്നില്ലേ? ഞാൻ വെച്ച് ഒരുമിച്ചിരിക്കും. പപ്പടം വേണം. അല്ല ഇരുന്ന് കഴി. ഞാൻ വിളമ്പട്ടാ. വെള്ളം എടുത്തോട്. വാസിക്ക് ദേഷ്യം പറഞ്ഞു. വെള്ളം എടുത്തോട്. വാസിക്ക് ഇനി ഓടാ സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകലാണ്. വിളമ്പിയത് മുഴുവൻ കഴിച്ചാലേ ഇഞ്ചി എടുത്ത് കണ്ടു കയറി. നീ ഒന്നും മിണ്ടാതിരി, അവർ കഴിക്കട്ടെ. എന്റെ അമ്മ സ്നേഹം കൊണ്ട് പറയല്ലേ. അളിയ ഞാൻ എണീക്കാം. ഞാൻ വിളമ്പാം. അളിയരി അല്ല അളി ഇരിക്കാം. ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചിരിക്കും. വാസി നീ വന്നമ്മ കഴിച്ചിട്ടൊന്നു പറഞ്ഞു. അമ്മയുടെ ഇവിടെ കഴിക്കണ വേറെ ആണല്ലേ. എടാ കഴിക്കണമെങ്കിൽ അമ്മയുടെ ഇവിടെ നിന്ന് കഴിക്കണം. അതാണ് ഓണം. നല്ല പോളിംഗ് ആണല്ലേ. എടേ നോക്കടേ എല്ലാവരും മുമ്പിൽ ഒരു മാനം കിടന്നു. ഞാൻ പോകണം. ആ പിള്ളേർക്ക് വേണമെങ്കിൽ എല്ലാം എടുത്തു കൊടുക്കുക. പിള്ളേർക്ക് എന്തോ വേണം? ഇഞ്ചി വേണമെന്നോ, നാരങ്ങ വേണോ, മാങ്ങ വേണം, പിന്നെ കിച്ചടി വേണം, പച്ച വേണം, ഓല വേണം, കാളം വേണം. ഞാൻ തുടങ്ങും. ഗൗരി എന്തോ ഗൗരി അവി എടുത്തോട്. വെള്ളം ഒഴിച്ചിട്ട് വിളമ്പാര് പോരാ കേട്ടാ. കറക്റ്റ് സമയത്തിന് ഒരു സാധനം എത്തണില്ല. അടുത്ത പ്രാവശ്യം വിളമ്പുകാരെല്ലാം പിരിച്ചുവിടുന്നതായിരിക്കും. ഒരാൾ പറഞ്ഞാലേ കേക്കോളൂ. എന്റെ അമ്മ ഇരുമ്പ് കൈയാണ്. എന്താ ഇത്രയും നാളെ എങ്ങനെ സഹിച്ച് ഒറ്റ അടി അടിച്ചു തോളിലിട്ട്. സാരമില്ലടാ, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. 3-4 ഇവിടെ തന്തേനെ കേട്ടാ ഞാൻ അടിച്ച് ഒതുക്കളയല്ലേ ഓണായിട്ട്. ഇവിടെ ഒന്നും കിട്ടണില്ല. എടാ ബാസി നിനക്ക് എന്ത് വേണോടാ? പായസം. പായസം പോരെ വരും. പായസം കൊണ്ടുവരണേ. എന്തായാലും വേണമെങ്കിൽ പറയണം. നമുക്കിരിക്കാം. വിശങ്ങള ഇച്ചിരി കഴിയട്ടെ. ഞാൻ പറഞ്ഞല്ലേ ആദ്യം ഇരുന്നോളാൻ പറഞ്ഞല്ലേ എന്നോട്. ഓണമല്ല ഓണമായിട്ട് ഇന്ന് ആ പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. ആ നടന്നെന്ന് അറിഞ്ഞാ അയ്യോ ഓണപ്പൊട്ടം കളിയൊന്നും വേണ്ട ഇപ്പൊ ഇവിടെ. അതൊക്കെ ഉണ്ട്. നമ്മൾ അതിനെപ്പറ്റി ചൊല്ലിയതാണ്. അതൊക്കെ വേണം ഇവിടെ. അതുകൊണ്ട് എണീക്കട്ടാ.
ബോൾ ആർക്ക് കിട്ടിയാലും ആരെ വേണോ അറിയാം. ഓക്കെ ബാസേണ്ണ എന്തോ ഇങ്ങനെയാണ് പിള്ളേരെ അറിയണ്ടേ? അയ്യോ നല്ല കാര്യം. പിന്നെ ഓടിക്കൊണ്ടു പോകാൻ പാടില്ല. നിന്നറിയോ ഓടി അറിയാൻ പാടില്ല. ബോള് കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ബാസേണ്ണ കാര്യത്തിന് ബാസേണ്ണ എറിയൊന്നും ശരിയല്ല കേട്ടാ. കൊടുക്കല്ലേ ബാസേണ്ണന് പന്ത് കൊടുക്കല്ലേ, ഉപദ്രവിക്കും. ഒരു പന്ത് ഇങ്ങോട്ട് കൊടുത്തേ. ഇവിടെ നല്ല രസമുണ്ടല്ലേ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു തീരുമാനമായി. അല്ല, ശ്രീയുടെ ലൈഫിന് ഈ പച്ചപ്പും കുളവും ആറും കൃഷിയായിട്ടൊക്കെ എന്തോ ഒരു ബന്ധമുണ്ട്. അത് ഈ ജന്മത്തിലുള്ള ബന്ധമൊന്നുമല്ല, മുൻ ജന്മത്തിലുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ശ്രീയുടെ വീട് പടവലം, അവിടെ കൃഷിയുണ്ട്, ആറുണ്ട്, പുഴയുണ്ട്. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ ഇതൊക്കെ ഇല്ലേ? എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ശ്രീ ഇതൊക്കെ കാണുമ്പോൾ. എനിക്കും ഇതിന്റെ പാർട്ടാവാൻ പറ്റില്ല. എന്തൊന്നും കേട്ടോ, എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ശ്രീ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടും. പറ. എനിക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം. ഞാൻ പറയട്ടാ? പണ്ടേ പിന്നെ പണ്ട് എനിക്ക് അയാട് നീ പറഞ്ഞത് ശരി തന്നെ, പച്ചപ്പും കുളവും. ഓ മതി മതി. എന്തോന്നടേ ഇത്? അതേനെ എനിക്കും ചോദിക്കാവുള്ള. എന്തോന്നടേ? ഞാൻ പോണെന്ന്. എവിടെ പോണു? തോം തത്തിന്ദഗതോം തകധിമി തോം തത്തിന്ദഗതോം 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 ഗോപാല ബാല മുകുന്ദ ഗോപകുമാര ഗോപകുമാര യദുകുലധീര സമീര ഗോപാല ബാല മുകുന്ദ ഗോപകുമാര ഗോപകുമാര യദുകുലധീര സമീര നീല
കഴുത്തിൽ മുത്തുമാല കഴുത്തിൽ മുത്തുമാല തൃക്കൈയിൽ പൊന്നോട കുഴലും മഞ്ഞ പട്ടുടയാട നന്നായി ഞൊറിഞ്ഞു ചാർത്തിയതും തൃപ്പാദത്തിൽ ചിലമ്പു കൊണ്ടണിയും മഞ്ഞ പട്ടുടയാട നന്നായി ഞൊറിഞ്ഞു ചാർത്തിയതും തൃപ്പാദത്തിൽ ചിലമ്പു കൊണ്ടണിയും കായാമ്പു നിറമാർന്ന മേനിയിൽ മായാവൈഭവവും മനോഹരമായ പുഞ്ചിരിയും കായാമ്പു നിറമാർന്ന മേനിയിൽ മായാവൈഭവവും മനോഹരമായ പുഞ്ചിരിയും കാലിൽ പൊന്നിൻ ചിലമ്പുമിട്ട് കണ്ണാ ഓടിവാ കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ വണങ്ങി കുമ്പിടുന്നേ കാലിൽ പൊന്നിൻ ചിലമ്പുമിട്ട് കണ്ണാ ഓടിവാ കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ വണങ്ങി കുമ്പിടുന്നേ. ഇതെന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോ പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇപ്പൊ ആലോചിക്കുമ്പം അതെന്താ അങ്ങനെ? അവർക്ക് പോണമല്ലേ. ഞാൻ വിചാരിച്ചു അവര് 2 ദിവസം കൂടെ ഇവിടെ കാണുമെന്ന്. പറഞ്ഞാ അവരിവിടെ നിന്നേനെ. പക്ഷെ അവർക്ക് അങ്ങനെ നിൽക്കാൻ ഒക്കുമോ? അവരുടെ ജോലിയൊക്കെ അത് ബാധിക്കത്തില്ലേ? ശരിയാ, അവർക്ക് പോണമല്ലേ. ഇനിയിപ്പോ അടുത്ത വർഷമല്ലേ വരുള്ളൂ. അല്ലേ, ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. പക്ഷെ എന്നാലും എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം അങ്ങോട്ട് പോയി നിൽക്കാം. പോയി പിള്ളേരുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണം. ഇനി എത്ര കാലം കൂടി കാണുമെന്നാ. ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പം ഇങ്ങനെ തന്നെ അങ്ങ് പോണം. പിള്ളേരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇടയാക്കരുത്. അതാ ആഗ്രഹം. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? എന്തൊക്കെ പറഞ്ഞാലും പാരായം പറയാൻ തോന്നും. അത് മനുഷ്യ സഹജ. അവര് എപ്പോഴാ പോകുന്നത്? രാവിലെയോ? അവര് കാപ്പ് കൂടി കഴിഞ്ഞാൽ പോകത്തുള്ളൂ എന്നാ തോന്നുന്നത്. അതാ നല്ലത്. അങ്ങനെ ആട്ടെ.